അരവിന്ദ് ഘോഷിൻ്റെ വർക്കുകളിൽ ഗവേഷണം ചെയ്യുകയും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ആശ്രമത്തിൽ തന്നെ ധാരാളം വർഷം ഇരുന്നത് കൊണ്ട്. അതല്ലാതെ തന്നെ എനിക്ക് ഇപ്പം തന്നെ എന്നോട് ഒരാൾ ചോദിച്ചു, രമണ മഹർഷിയെക്കുറിച്ചൊരു പുസ്തകം എഴുതിക്കൂടെ? ചോദിച്ചത് മറ്റാരുമല്ല, രാമചന്ദ്ര ഗുഹയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഇതിനകത്ത്. എന്തൊക്കെയോ സംഭവങ്ങൾ നമ്മളറിയാതെ പലതും നമ്മുടെ ലോകത്തിൽ നടക്കും. ഇറ്റ്സ് നോട്ട് എ സ്ലിപ്പ് ഓഫ് ദി ടങ്, ഇതൊരു ഫ്രോയിഡിയൻ സ്ലിപ്പാണ്. അധ്യാപകനായതുകൊണ്ട് പല സ്ഥാപനങ്ങളിലും പല സ്ഥലങ്ങളിലും അരവിന്ദ് ഘോഷിനെ കുറിച്ച് സംസാരിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. എങ്കിലും ഇതുപോലെ ഒരു പുണ്യമായ, തമിഴിൽ പുനിതമായ എന്ന് പറയുന്നില്ല, പുനിതമായ ഒരു സ്ഥലം വിവേകാനന്ദ സെൻറ്ററിൽ വന്ന് സംസാരിക്കാൻ നിങ്ങളോട് അല്പനേരമെങ്കിലും ഇതുമായിട്ട് ഒരു ഇൻറ്ററാക്ട് വിത്ത് യു, അതിനൊരു പോസിബിലിറ്റി തന്നതിന് പ്രബോധേന്ദ്രൻ സാറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ആദ്യമേ അതങ്ങ് പറയുന്നു. എല്ലാവരോടും മറ്റ് കേൾക്കാൻ വന്നവരും പറയുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കല്ല. അരവിന്ദ് ഘോഷിനെ കുറിച്ച് എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു, യു ഷുഡ് ബിഗിൻ വിത്ത് എ ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞു. എന്താണ് ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞാൽ, അരവിന്ദ് ഘോഷ് എഴുതിയിരിക്കുന്നത് 99.9% ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഞാനും ഇതുവരെ സംസാരിച്ചിട്ടുള്ളതെല്ലാം ഇംഗ്ലീഷിലാണ്, എഴുതിയതും ഇംഗ്ലീഷിലാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ കുറേ പുസ്തകങ്ങൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പുസ്തകം ഇപ്പം യാദൃച്ഛികമായിട്ട് അരവിന്ദ് ഘോഷിനെ കുറിച്ചുള്ളൊരു പുസ്തകം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പുസ്തകം റിലീസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെയേറെ സന്തോഷം ഇത് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ചും ഈ പുസ്തകം ഞാൻ മറിച്ച് നോക്കിയപ്പോൾ ഇത്രയേറെ ഉണ്ടോ, മലയാളത്തിൽ ഇങ്ങനെ പറയണമെങ്കിൽ എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും ഈ ഡിസ്ക്ലൈമറോടുകൂടി തന്നെ ഞാൻ ആരംഭിക്കാം. സാറ് എന്നോട് ഒരു ബ്രോഷർ, ഐ മീൻ ഒരു പോസ്റ്റർ അയച്ചത്. ആ പോസ്റ്ററിൽ മഹർഷി അരവിന്ദൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് ഞാൻ എടുക്കുകയാണ്. മഹർഷി അരബിന്ദോ എന്ന സാധാരണ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാറില്ല. പുസ്തകങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സ്കോളേഴ്സുമെല്ലാം ഐദർ ശ്രീ അരബിന്ദോ അല്ലെങ്കിൽ അരവിന്ദ് ഘോഷ് AG എന്നൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെ ഈ മഹർഷി അരബിന്ദോ ഒരിടത്ത് R.R. ദിവാകർ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മഹായോഗി ശ്രീ അരബിന്ദോ എന്ന് R.R. ദിവാകർ അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മഹായോഗി തന്നെയാണ്, മഹാ ഋഷി തന്നെയാണ് അദ്ദേഹം. ഒരു ഋഷി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് 2 ഭാഗമുണ്ട്. ഒന്ന് കാണാനുള്ളൊരു കഴിവ്, വിഷൻ. വിഷൻ്റെ ദൃഷ്ട എന്ന് പറയുന്നത് ദൃഷ്ടി, നമ്മുടെ ഉള്ളിലുള്ള മനസ്സിൻ്റെ ഉള്ളിലുള്ള അന്തർദൃഷ്ടി, അത് അദ്ദേഹത്തിന് ധാരാളമുണ്ട്. ഒരു സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന വസ്തുക്കളെ പോലെ മാത്രമല്ല, അതിനപ്പുറം കാണാനുള്ളൊരു കഴിവ്, അതാണ് അദ്ദേഹത്തെ ഋഷിയാക്കുന്നത്. മഹാഋഷി തന്നെയാണ് അദ്ദേഹം. രണ്ടാമത്, ഈ കാണുന്നതിനെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേർഡ് കണ്ടുപിടിക്കുക. മന്ത്രമാണ് ശബ്ദത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു യൂണിയനാണ്, ഒരു യോഗ ആണ് മന്ത്രം. ഈ മന്ത്രം അന്വേഷിച്ച് പോകാനും അദ്ദേഹത്തിന് സാധിച്ചു. അപ്പം മഹർഷി എന്ന് പറയുന്നത് വളരെ ശരിയാണത്. കാരണം കാണുന്നതിൽ ടു സീ, ദൃഷ്ട എന്ന് പറയുന്നുണ്ട്, ദൃഷ്ടി. പിന്നെ അദ്ദേഹം ഒരു കവിയാണ്. അപ്പം കവി ഈ ഗ്രീക്ക് ഭാഷയിൽ വാറ്റസ് എന്നാണ് പറയുന്നത്, ലാറ്റിനിൽ വാറ്റസ് എന്നാണ് പറയുന്നത്. എബിലിറ്റി ടു സീ, വിഷനും വേർഡും, ഈ വിഷൻ ആൻഡ് വേർഡ് ടുഗദർ അദ്ദേഹത്തിന് ഒരു മന്ത്രം കണ്ടെത്താൻ ശ്രീ അരബിന്ദോവിന് സാധിച്ചു. ഇതൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി. അപ്പോൾ ഈ മഹർഷി എന്ന് പറയുന്നത് വളരെയേറെ യോജിക്കുന്നതാണ്. R.R. ദിവാകർ പറഞ്ഞ ഈ മഹായോഗി മഹർഷി ശ്രീ അരബിന്ദോ. അരവിന്ദ് ഘോഷ് തന്നെ ഏകദേശം 1920 അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ അരബിന്ദോ എന്നാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാനുസ്ക്രിപ്റ്റുകളൊക്കെ നോക്കാനും കാണാനും മറിച്ച് നോക്കാനും തൊടാനും പഠിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായി 80കളിൽ തന്നെ. അപ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം എഴുതാൻ തുടങ്ങി. അതുവരെ AG എന്ന് എഴുതിയിരുന്ന മനുഷ്യൻ പെട്ടെന്ന് ശ്രീ അരബിന്ദോ എന്ന് എഴുതാൻ തുടങ്ങി. ശ്രീ അരബിന്ദോ, ശ്രീകുമാർ എന്ന് പറയുന്ന പോലെ ആ ശ്രീ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം വരുന്നു. ആ ഒരു ചേഞ്ചാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ. 1920 വരുന്ന ട്രാൻസ്ഫോർമേഷൻ.
അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ വന്നു എന്ന് അദ്ദേഹത്തെ പറ്റി നമുക്കൊന്ന് അന്വേഷിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പരിചയപ്പെടും. ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല, എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ പ്രഭാഷണം എന്നുള്ളതിൻ്റെ മീനിങ് ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ എളുപ്പമല്ല. അദ്ദേഹത്തിന് മൈ ലൈഫ് ഹാസ് നെവർ ബീൻ ഓൺ ദ സർഫസ് ഫോർ പീപ്പിൾ ടു സീ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് കത്തിൽ. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് പുറമെ ആർക്കും കാണാൻ പറ്റുന്നതല്ല, എല്ലാം ഉള്ളിലുണ്ടായതാണ്, ചേഞ്ചസ് വന്നതാണ്. മഹാത്മജി പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ ജീവിതവും ഇദ്ദേഹത്തിൻ്റെ അന്വേഷണവും ഇദ്ദേഹത്തിൻ്റെ യോഗവും, ഈ യോഗ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഈ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരാളുടെ മഹർഷിയെക്കുറിച്ചുള്ള മഹർഷി അരവിന്ദോ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കും. 2-3 ഘട്ടമായിട്ട് ഞാൻ പറയും. ആദ്യം അരവിന്ദൻ എന്ന് പറയും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അരവിന്ദ ഘോഷ് എന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ ശ്രീ അരവിന്ദോ എന്ന് പറയും. കാരണം ആ ട്രാൻസ്ഫോർമേഷനിൽ തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ അരവിന്ദനായിട്ട് ജനിച്ച സമയം മുതൽ അദ്ദേഹം വളർന്നത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വന്ന് കൃഷ്ണാധൻ ഘോഷ് എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു ഡോക്ടറായിരുന്നു കാൽക്കട്ടയിൽ, മെഡിക്കൽ ഡോക്ടറാണ്. അപ്പോൾ കൃഷ്ണാധൻ ഘോഷിന് 3 കുട്ടികളുണ്ടായിരുന്നു. അതിൽ രണ്ടാമനാണ് ശ്രീ അരവിന്ദ ഘോഷ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അരവിന്ദൻ എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ അവിടെ ആ പേരിട്ട സമയത്ത് തന്നെ അരവിന്ദ ഘോഷ് എന്ന പേര്, അരബിന്ദോ എന്നുള്ളത് ബംഗാളിയാണല്ലോ, അപ്പോൾ ഓറോബിന്ദോ എന്നാണ് ശരിക്കും, ഓറോബിന്ദോ ഘോഷ്. പിന്നെ അവിടെ ഒരു ഐറിഷ് നേഴ്സ് ആ സമയത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഡെലിവറി ചെയ്തപ്പോഴത്തേക്ക് ഒരു ഐറിഷ് നേഴ്സായിരുന്നു. അതുകൊണ്ട് അവരുടെ പേരിൽ അക്രോയിഡ് എന്നുള്ളൊരു പേരുണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു ആംഗ്ലോഫൈൽ ഫാദറാണ്. ആംഗ്ലോഫൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കരയേറെ ഇംഗ്ലീഷ് ഭാഷയും ബ്രിട്ടീഷുകാരെയും ഭയങ്കരമായിട്ടങ്ങ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ തന്നെയാണ് എല്ലാം ശരി എന്ന് വിചാരിച്ചിരുന്ന ഒരു മനുഷ്യനാണ് കൃഷ്ണാധൻ ഘോഷ്. അതുകൊണ്ട് ഈ അക്രോയിഡ് എന്നുള്ള പേരും മകന് കടന്നുകൊണ്ടേ അരബിന്ദോ അക്രോയിഡ് ഘോഷ്, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അരബിന്ദോ അക്രോയിഡ് ഘോഷ് എന്നുള്ള പേരിപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മഹർഷി അരവിന്ദനെ നമുക്കത് കാണാനേ സാധിക്കില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം തന്നെ ആ പേരങ്ങ് ഡ്രോപ്പ് ചെയ്തു. അരവിന്ദ ഘോഷ് എന്ന് മതി, എന്തിനായി അക്രോയിഡ് ഘോഷ്, അക്രോയിഡ് വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞു. അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഈ ഉള്ളിയുടെ തൊലി ഉലിച്ച് കളയുന്നത് പോലെ ഈ അന്വേഷണത്തിൽ ഓരോന്നോരോന്ന് കളഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അതൊരു സ്പെഷ്യൽ പോയിൻ്റാണ് ഫോർ അസ് ടു നോട്ട്. അദ്ദേഹത്തെ അപ്പം ഈ ഐറിഷ് നട്സ് പഠിപ്പിച്ചു. അവിടെ തന്നെ ഡാർജിലിംഗിൽ ഒരു സ്കൂളിൽ വിട്ടു. കുറച്ച് ദിവസം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ കേംബ്രിഡ്ജിലേക്ക് പാക്ക് ചെയ്ത് വിടുന്നു. കേംബ്രിഡ്ജ് വരെ പോയില്ല, സ്കൂളിൽ അവിടെ പോയിട്ട് ലോററ്റോ കോൺവെൻറ്റ് സ്കൂളിലൊക്കെ പഠിക്കുന്നു. ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അപ്പം ജനിച്ച കാലം മുതൽ അദ്ദേഹം ഇംഗ്ലണ്ടിലാണ്, ഇംഗ്ലീഷ് ഭാഷ അറിയുള്ളൂ. അതിൻ്റെ തമാശ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അമ്മയോട് പോലും ബംഗാളിയിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. കാരണം ഇംഗ്ലീഷേ ഉള്ളൂ. വീട്ടിൽ അച്ഛനോട് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് വേണം, ചുറ്റുപാടുള്ള എല്ലാവരോടും ഇംഗ്ലീഷേ അറിയുള്ളൂ. അപ്പോൾ അമ്മയോട് സംസാരിച്ചിട്ടേ ഇല്ല, ഹഗ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഇദ്ദേഹം വളർന്നത്. അപ്പോൾ അത്രയേറെ ഒരു ആംഗ്ലിസൈസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡായിരുന്നു. ഭാഷ ഇംഗ്ലീഷ് ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ചിന്തയും അതുപോലെ വെസ്റ്റേണൈസ്ഡ് ആയിരിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ ഏകദേശം 1893 വരെ അദ്ദേഹം ഇംഗ്ലണ്ടിലാണ്. 72 ജനിക്കുന്നു. 72 മുതൽ 93 വരെ ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ വളരുന്നു. ഇംഗ്ലണ്ടിൽ വളരുന്ന സമയത്ത് സ്കൂളിലും കോളേജിലുമായിട്ടും അവിടെ പഠിക്കുന്നു. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റായിട്ടാണ് അദ്ദേഹത്തെ റെക്കോർഡുകളിൽ കാണുന്നത്. സംശയം ഉണ്ടാകുന്നത് കാരണം അദ്ദേഹം ക്ലാസിക്കൽ ട്രൈപ്പോസ് പഠിക്കുന്നു. കേംബ്രിഡ്ജ് വരുമ്പോഴത്തേക്ക് ക്ലാസിക്കൽ ട്രൈപ്പോസ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഭാഷകളും ടെക്സ്റ്റും അദ്ദേഹം വായിക്കുന്നു. അന്ന് തന്നെ ഗ്രീക്ക് ഭാഷയും ലാറ്റിൻ ഭാഷയും ജർമ്മൻ ഭാഷയും ഇറ്റാലിയനും വളരെ ഒറിജിനൽ. ഇപ്പോൾ ഡാന്റെയൊക്കെ അദ്ദേഹം ഒറിജിനലായിട്ട് ഇറ്റാലിയനിലാണ് വായിച്ചത്, ഹോമറിനെ ഗ്രീക്കിലാണ് വായിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത്. അതെല്ലാം കഴിഞ്ഞ് പക്ഷെ അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതി, ഈ സെയിൻസിനെ പറ്റി പറയുമ്പോൾ, മഹർഷിമാരെ പറ്റി പറയുമ്പോൾ നമുക്ക് 2 രീതിയിൽ അവരെ കാണാൻ പറ്റും. ഒന്ന്, നമ്മളിപ്പം ഈ സെയിൻറ്റ്ലി ഹീഗിയോളജി എന്ന് പറയും ഇംഗ്ലീഷിൽ, സെയിൻസിൻ്റെ ലൈഫിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ ഹീഗിയോളജിയിൽ ഒമേഗ പോയിൻ്റ് എന്നൊന്ന് പറയും. ഒമേഗ പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെല്ലാം മറഞ്ഞു പോകുന്ന ഒരു മുനിയാകുന്നു, ഒരു ഋഷി ഒരു മുനിയാകുന്ന സമയമുണ്ടല്ലോ, മൗനിയാകുന്ന സമയം. അപ്പോൾ ഒമേഗ പോയിന്റിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് ആദ്യം മുതലേ ഇവരുടെ എല്ലാം വെളിച്ചത്ത് വരും. ഇവരൊക്കെ ജനിച്ചത് മുതലേ സന്യാസിയാവാനും, സന്യാസം കംപ്ലീറ്റ് ആയിട്ട്
നോ പറയാനുള്ളവരാണ്, ഋഷികളാണ് എന്നുള്ളത് അറിയാവുന്നതാണ് ഈ ഒമേഗ പോയിന്റ്. അങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. കാരണം ഓരോന്നോരോന്നായിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിനൊരു ആൽഫ പോയിൻ്റാണ് കണ്ടെത്തിയത്. ഓരോ പോയിന്റിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഓരോന്നോരോന്ന് സംഭവിക്കുന്നു. അദ്ദേഹം ഒന്നും ആലോചിച്ചില്ല, അന്ന് ഞാൻ പോണ്ടിച്ചേരി വരുമെന്നോ ഋഷിയാകുമെന്നോ ഒന്നും അദ്ദേഹം ആലോചിക്കുന്നില്ല. ജീവിതത്തിൽ ഇങ്ങനെ ഒരു അന്വേഷണം, അത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. കേംബ്രിഡ്ജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു ഇരുമ്പ് കട്ടിലാണ് കിടന്നത്. ഇംഗ്ലണ്ടിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം അവിടുത്തെ തണുപ്പും യൂറോപ്പിലെ തണുപ്പും. അപ്പോൾ ഈ തണുപ്പെങ്കിലും ഈ ഇരുമ്പ് കട്ടിൽ ഇങ്ങനെ കിടക്കുക. അപ്പോഴേ ഒരു നമ്മളറിയാതെ ഒരു ഋഷിയുടെ, ഒരു മഹർഷിയുടെ ഒരു വിത്ത് അവിടെ കാണാം. നമുക്ക് കാണാം ഒമേഗ പോയിന്റ്, പക്ഷെ അദ്ദേഹത്തിന് അത് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടെ ജീവിച്ചിരുന്ന കാലത്ത് അതിനോടൊപ്പം തന്നെ ഇന്ത്യയെ പറ്റി ഒരു അന്വേഷണം. ബംഗാളി പഠിക്കണമെന്ന് വലിയ താല്പര്യം. എൻ്റെ മദർ ടങ് ബംഗാളിയാണല്ലോ, ഇവരെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അവിടെ ഒരു ട്യൂട്ടറിനെ വിളിച്ച് ബംഗാളി പഠിക്കുന്നു. ലുക്കറ്റ് ഐറണി. ഇന്ത്യയിൽ ജനിച്ച മനുഷ്യൻ അവിടെ പോയിട്ട് വേറൊരു ഇംഗ്ലീഷുകാരനെ വിളിച്ച് ബംഗാളി പഠിക്കണം. അയാൾ അത്ര വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളൊന്നും അല്ല. എങ്കിലും അദ്ദേഹത്തിനോടൊപ്പം ബംഗാളി കുറച്ചൊക്കെ പഠിക്കുന്നു. അമ്മയോടൊക്കെ സംസാരിക്കണമെന്ന് താല്പര്യമുണ്ട്, അതുകൊണ്ട് ബംഗാളി പഠിക്കുന്നു. ഇപ്പോൾ ഹിന്ദി അദ്ദേഹം അന്ന് അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. ബംഗാളിയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം മാതൃഭാഷ പഠിക്കണം. ഇംഗ്ലീഷുണ്ട്, പിന്നെ മറ്റ് ഫ്രഞ്ചുണ്ട്, ജർമ്മനുണ്ട്, ലാറ്റിൻ ഓഫ് കോഴ്സ് അവർക്ക് പഠിക്കണം, ഗ്രീക്കും ഇറ്റാലിയനും. ഇത്രയും ഭാഷയിൽ വെറും സാധാരണ ഒരു അവെയർനെസ് മാത്രമല്ല, ആൽഫബറ്റ്സ് മാത്രമല്ല, അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു അവെയർനെസ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ത്യയെ പറ്റിയുള്ളൊരു എൻക്വയറി അവിടെ നടക്കുന്നു. അവിടെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഈ കാലഘട്ടം, ഈ 19th സെഞ്ച്വറി തന്നെ യൂറോപ്പിൽ ഒരുപാട് ഈ തിയോസോഫിക്കൽ സൊസൈറ്റിയൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ അവിടെ സ്വീഡൻ ബോർഗ്സ് ഉണ്ട്. അവരിങ്ങനെ പലതരത്തിലുള്ള കോസ്മോ അന്വേഷണങ്ങളുണ്ട്. അപ്പോൾ പലരും ഈ മിസ്റ്റിക്കലായിട്ടുള്ള അന്വേഷണങ്ങൾ ധാരാളം ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും യൂറോപ്പിൻ്റെ പല ഭാഗത്തും നടക്കുന്ന സമയത്താണ് ഇദ്ദേഹവും അവിടെ വളരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇദ്ദേഹം ചെന്നപ്പെടുന്നു. അവിടെ കുറേ ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും കുറച്ചൊരു റാഡിക്കൽ ചേഞ്ചസിന് വേണ്ടിയിട്ടും അവർ മറ്റേ ലോട്ടസ് ആൻഡ് ഡാഗർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ലോട്ടസ് ആൻഡ് ഡാഗർ, ലോട്ടസ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, താമരയുണ്ട്. അപ്പോൾ ലോട്ടസ് ആൻഡ് ഡാഗർ ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇദ്ദേഹം അവിടെ അതിൽ ചേർന്ന് അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ലോട്ടസ് ആൻഡ് ഡാഗർ തന്നെ നമുക്കത് ശരിക്കും അവർ സിംബോളിക്കായിട്ട് കാണാം. ഒരു സൈഡിൽ ലോട്ടസ് ഉണ്ട്, മറ്റേ സൈഡിൽ ഡാഗറാണ്, റിവെഞ്ച് വേർഡ്. ഇത് രണ്ടും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം ലോട്ടസ് ഇദ്ദേഹത്തിൻ്റെ ഈ ഓരോ പെറ്റൽസും ഇങ്ങനെ തുറക്കുന്നത് പോലെ മനസ്സിനുള്ളിൽ ഓരോന്ന് തുറക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ ഡാഗർ, റിവെഞ്ച് അല്ലെങ്കിൽ ആക്ഷൻ എന്നുള്ളത് ഇദ്ദേഹത്തിന് ഒരു വേണ്ട സാധനമായിട്ട് തോന്നി. ഒരുപാട് കാലത്തിന് ശേഷം മഹാത്മജിയുമായിട്ട് അദ്ദേഹം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ 2 പ്രാവശ്യം വിളിക്കുമ്പോഴും തിലകനോടൊപ്പം ചേർന്ന് ഒരു റാഡിക്കൽ ഗ്രൂപ്പായിട്ട് മാറുകയും നിങ്ങളെപ്പോലെ എനിക്ക് പാസിഫിസം സാധ്യമല്ല, ഞാൻ എക്സ്ട്രീമിസ്റ്റാണ്, ഞാൻ ആക്ടിവിസ്റ്റാണ് എന്ന് വളരെയേറെ പ്രഖ്യാപിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. ഒരു എക്സ്ട്രീം ലെഫ്റ്റ് വിങ് ചിന്തകനായിരുന്നു, ഒരു സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഉണ്ട് അദ്ദേഹം. ഈ കോൺട്രഡിക്ഷൻസും ഈ പാരഡോക്സും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അന്ന് മുതലേ ഉണ്ട്. ഈ ലോട്ടസ് ആൻഡ് ഡാഗർ പോലെ തന്നെ മനസ്സിനുള്ളിൽ അത് അദ്ദേഹത്തെ ഒരാൾ ഒരു ചിന്തകൻ അദ്ദേഹത്തെ ഡിസ്ക്രൈബ് ചെയ്തത് ഹി വാസ് എ റാഡിക്കൽ മിസ്റ്റിക്. റാഡിക്കൽ മിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ വാക്ക് തന്നെ അറിയാവുന്നവരെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് വിങ്, കാർൽ മാർക്സോ ഹെഗലോ ഇങ്ങനെയുള്ളവർ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് റാഡിക്കൽ. റാഷണൽ, ലോജിക്കൽ ആൻഡ് ടു ക്യാച്ച് തിങ്സ് ബൈ ദ റൂട്ട്സ്. ഇതാണ് റാഡിക്കൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ അദ്ദേഹം റാഡിക്കലായിരുന്നു, എക്സ്ട്രീമിസ്റ്റാണ്, റാഡിക്കൽ. അറ്റ് ദ സെയിം ടൈം അദ്ദേഹം ഒരു മിസ്റ്റിക്കായിരുന്നു. ഇങ്ങനെയുള്ളവർ വളരെ കുറച്ച് പേരുണ്ട്. ഓൾഡസ് ഹക്സ്ലി അദ്ദേഹത്തിൻ്റെ ധാരാളം പുസ്തകങ്ങളിലും അന്വേഷണത്തിലും അദ്ദേഹം ഒരു പെരനിയൽ ഫിലോസഫിയെ പറ്റി പറയുന്നുണ്ട്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള. അതിൽ അദ്ദേഹം റാഡിക്കൽ മിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുപോലെയുണ്ട് അരവിന്ദ് ഘോഷിൻ്റെ ജീവിതം. അദ്ദേഹം അത്രത്തോളം റാഡിക്കലായിട്ടുള്ള ഒരു മിസ്റ്റിക്കായിരുന്നു. ഇത് രണ്ടും നമുക്ക് സാധാരണ കൊണ്ടു നടക്കാൻ പറ്റില്ല, പക്ഷേ ഇദ്ദേഹത്തിന് അത് സാധിച്ചു. അത് ഇംഗ്ലണ്ടിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ 1893 ആകുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ അച്ഛന് വലിയൊരു ആഗ്രഹമായിരുന്നു മകനെ ICS കാരനാക്കണം. അന്നത്തെ കാലത്ത് എല്ലാവർക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള എല്ലാവരും ICS കാരൻ, ഇന്ത്യൻ സിവിൽ സർവീസസിൽ വരണം താല്പര്യമുണ്ടായിരുന്നു.
അരവിന്ദ് ഘോഷും തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്യും, എല്ലാവർക്കും അറിയാം. അരവിന്ദൻ ഈ പരീക്ഷയ്ക്ക് പോയിട്ട് അച്ഛൻ്റെ നിർബന്ധം കാരണം പരീക്ഷ എഴുതി, വളരെ മനോഹരമായിട്ട് പരീക്ഷ എഴുതി, സുന്ദരമായിട്ട് പാസ്സായി. പക്ഷേ ഇദ്ദേഹത്തിന് ഈ സിവിൽ സർവീസിനോട് വലിയ മമതയൊന്നുമില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം. ഈ അച്ഛൻ പറഞ്ഞുവല്ലോ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്. അപ്പം മനസ്സിൻ്റെ അകത്തൊരു ഉൾവിളിയുണ്ട്, ഇതൊന്നും അല്ല എൻ്റെ ജീവിതം, എനിക്ക് വേറെ എന്തൊക്കെയോ ഉണ്ട്, അവിടെയാണ് ഞാൻ പോകേണ്ടത്. പക്ഷേ ഇതൊന്നും അദ്ദേഹം ഈ പറഞ്ഞ മാതിരി ഒമേഗ പോയിന്റിലൊന്നും അദ്ദേഹം കാണുന്നില്ല. കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹം ആ പരീക്ഷ എഴുതി പാസ്സായി. പക്ഷെ പരീക്ഷയ്ക്ക് ഒരു ക്വാളിഫിക്കേഷൻ കൂടിയുണ്ട്, ഫൈനൽ ടെസ്റ്റ്. ഹോഴ്സ് റൈഡിംഗ് ആണ്. കുതിരപ്പുറത്തിരുന്ന് റൈഡ് ചെയ്യാൻ പറ്റണം. എങ്കിലേ അന്നത്തെ ഈ ബ്രിട്ടീഷ് രാജിൻ്റെ കാലമാണല്ലോ, അതുകൊണ്ട് ICS വരികയാണെങ്കിൽ കുതിര വേണം. കുതിരയുടെ ഇതിന് അദ്ദേഹം പോയില്ല. പരീക്ഷയ്ക്ക് ഡെലിബറേറ്റ് ആയിട്ട് തോറ്റു. അത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നോട്ടിൽ, ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് ഈ കുതിര പരിപാടിക്ക് പോകത്തില്ല, എനിക്ക് ICS വേണ്ട, തോറ്റു. അങ്ങനെ ഇദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ഞാൻ ധാരാളം അന്വേഷിച്ച് നോക്കി, പലയിടത്തും നോക്കിയപ്പം ഈ കുതിര ഓടിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല ICS. അങ്ങനെയാണ്. പക്ഷേ എങ്ങനെ അരവിന്ദൻ്റെ കേസിൽ അതാണ് സംഭവിച്ചത്. പക്ഷെ അത് മാത്രമല്ല, അത് കഴിഞ്ഞ് അദ്ദേഹം ഞാനിവിടെ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹം കയറുന്ന ഷിപ്പിൽ ടെലഗ്രാം അടിച്ചു, ഇങ്ങനെ ഞാൻ ആ ഷിപ്പിൽ മടങ്ങി വരുന്നു. കൃഷ്ണനാഥൻ ഘോഷ് വാസ് സോ എക്സൈറ്റഡ്. മകൻ തിരിച്ചു വരുന്നുണ്ട്, കാണണമല്ലോ, ICS കിട്ടിയാൽ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ ഇൻഫ്ലുവൻസ് ഉള്ള മനുഷ്യനായതുകൊണ്ട് ഒരുവേള ICS കിട്ടാനും എളുപ്പമുണ്ട്, റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ഈ അരവിന്ദൻ പുറപ്പെട്ട ഷിപ്പ് ഈ ടൈറ്റാനിക് പോലെ ഒരിടത്ത് അപകടത്തിൽപ്പെടുന്നു. ഈ ഷിപ്പിലുള്ളവരെല്ലാം മരിച്ചു എന്നുള്ളൊരു ന്യൂസ് കിട്ടുന്നു. കൃഷ്ണനാഥൻ ഘോഷിന് അതൊരു സ്ട്രോക്കായി മാറുന്നു. പാവം, അദ്ദേഹം മരിച്ചു, മകനെ കാണാൻ. ഒരു ഭയങ്കര ട്രാജിക്കായിട്ടുള്ളൊരു അനുഭവമാണ് അദ്ദേഹത്തിന്. പക്ഷേ മകൻ ആ സമയത്ത് ആ ഷിപ്പിലല്ല, വേറൊരു ഷിപ്പിലാണ് കയറിയത്. ആ ഷിപ്പ് മിസ് ചെയ്തു, മറ്റൊരു ഷിപ്പിലാണ്. അപ്പോൾ അതൊരു വിധിയുടെ ഇതുപോലെ അച്ഛൻ മരിച്ചു, അച്ഛന് മകനെ കാണാൻ കഴിയില്ല എന്നുള്ളതായി. പക്ഷേ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു 1893. 1893 വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഇന്ത്യൻ കൾച്ചറൽ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി, ലീഗൽ ഹിസ്റ്ററി എല്ലാത്തിലും 1893 അത് വളരെ കാരണം വിവേകാനന്ദൻ ചിക്കാഗോ സ്പീച്ചിന് പോകുന്നത് ഒരു വേള അദ്ദേഹം പോയ ഷിപ്പും ഇദ്ദേഹം വരുന്ന ഷിപ്പും പാസ് ചെയ്ത് കാണും അങ്ങോട്ടും ഇങ്ങോട്ടും. മഹാത്മജി സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നു ബാരിസ്റ്ററായിട്ട്. മഹാത്മാഗാന്ധി അല്ല, ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇങ്ങനെ ഷിപ്പിൽ പോകുന്നു. അദ്ദേഹം ഇവിടെ ഈ സൗത്ത് ആഫ്രിക്കയിൽ പോകുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ഇത് പോകുന്നു. അതുപോലെ തന്നെ ആനി ബെസന്റ് വരുന്നു, തിയോസോഫിക്കൽ സൊസൈറ്റി ആരംഭിക്കുന്നു. അപ്പോൾ 1893 എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ടൈമാണ്. ആ സമയത്താണ് ഇദ്ദേഹം അപ്പോളോ ബണ്ടർ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ബോംബെയിലെ അവിടെ വന്നിട്ട് ഷിപ്പ് ഇറങ്ങുന്നത്. ഇപ്പോഴത്തെ മുംബൈയിൽ ഷിപ്പ് ഇറങ്ങുന്നു. അരവിന്ദൻ തിരിച്ച് വന്നെത്തിയപ്പോഴത്തേക്ക് കാലെടുത്ത് വെച്ചതും ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹം പലയിടത്തും ഓൺ ഹിംസെൽഫ് എന്ന് പറഞ്ഞിട്ട് കുറേയേറെ എഴുതിയിട്ടുണ്ട്. പലരും പറഞ്ഞിട്ട് എഴുതിപ്പിച്ചതാണ്. എത്രയോ വർഷം, 50 വർഷത്തിന് ശേഷം എഴുതുന്നു. അതിലൊക്കെ പറഞ്ഞു, എനിക്കിങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ഷോക്ക് അടിച്ചതുപോലെ തോന്നി, എൻ്റെ ജീവിതം വളരെ ധന്യമായി എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. അത് ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോഴാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഫേസ് ഓഫ് ലൈഫ് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഷിപ്പിൽ ഇദ്ദേഹം വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനോടൊപ്പം ബറോഡ മഹാരാജാവ് ഉണ്ടായിരുന്നു. ബറോഡ രാജാവ് ഇയാളോട് ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷും ഫ്രഞ്ചും ജർമ്മനും ഒക്കെ സംസാരിക്കുന്നു. നിങ്ങൾക്ക് നന്നായിട്ട് ഫ്രഞ്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എൻ്റെ കൂടെ ബറോഡയിൽ വന്നിട്ട് MS യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് ഫ്രഞ്ച് അധ്യാപകനായി കൂടി വരാമല്ലോ, എനിക്ക് എന്തെങ്കിലും ജോലി വേണമല്ലോ, ഇന്ത്യയിൽ വന്നിട്ട് എന്തെങ്കിലും ജോലി വേണം, ഞാനവിടെ വരാം. അങ്ങനെ തിരിച്ച് വന്നിട്ട് ബംഗാളിൽ പോകുന്നു, അമ്മയെ കാണുന്നു. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ ജോലിക്ക് തിരിച്ച് മഹാരാജാവ് വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിനോടൊപ്പം ബറോഡ MS പോയിട്ട് അവിടെ ഫ്രഞ്ച് അധ്യാപകനായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്തു. അപ്പോൾ ലുക്ക് അറ്റ് ദ ഐറണി ഓഫ് ഓൾ ദീസ് തിങ്സ്. ഇംഗ്ലണ്ടിൽ പോയിട്ട് ക്ലാസിക്കൽ ട്രൈപ്പോസ് പഠിച്ചു, ICS എഴുതാതെ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ബറോഡയിൽ പോയിട്ട് അദ്ദേഹം ഫ്രഞ്ച് പ്രൊഫസറാകുന്നു. ഫ്രഞ്ച് പ്രൊഫസറാവുന്നത് മാത്രമല്ല, അവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാം ധാരാളം പേര് ഇദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. ഒത്തിരി ഉണ്ട് അദ്ദേഹത്തെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. ഒരു അനന്തൻ്റെ നാവ് പോലെ 1000 നാവുകൾ നമുക്ക് വരും. കാരണം അത്രയേറെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസുകളിനെ കുറിച്ചും. കാരണം ഇത്രയേറെ ക്ലാസിക്കലായിട്ടുള്ളൊരു അറിവ്, ഒരു ടെക്സ്റ്റുവൽ അവയർനെസ് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ ലെക്സിക്കൽ അവയർനെസ്,
സിൻടാക്റ്റിക്കൽ അവെയർനെസ്, എല്ലാത്തിൻ്റെയും ഒരു അവെയർനെസ് ഉള്ളൊരു മനുഷ്യനാണ്. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് തന്നെ എവിടെ നിന്നാണ് ഉണ്ടായത്, അതിൻ്റെ റൂട്ട് എവിടെയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ചു. അത് മാത്രമല്ല, അതിൻ്റെ അർത്ഥം എന്താണ്, പല തലങ്ങളിൽ അതിൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ റൂട്ട്സ്, അതിൻ്റെ ഓണ്ടോളജിക്കൽ കണക്ഷൻസ്, അതിൻ്റെ ആക്സിയോളജിക്കൽ കണക്ഷൻസ്, ഇതെല്ലാം അന്വേഷിച്ച് പോകുന്ന മനുഷ്യനാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഫിലോസഫി, ഹെഗലും കാന്തും അവരെല്ലാം അരച്ചു കുടിച്ച ഒരു മനുഷ്യനാണ്. അതുപോലെ ഫ്രഞ്ച് ഫിലോസഫി ആണെങ്കിൽ ബെർഗ്സറിൻ്റെ എലാൻ വൈറ്റാലിറ്റിയെ പറ്റിയും ക്രിയേറ്റീവ് എവല്യൂഷൻ, ഇതെല്ലാം, പിന്നെ സ്പെൻസർ, ഇങ്ങനെയുള്ള ധാരാളം പേരെ വായിക്കുന്നു, ബ്രിട്ടീഷ് ഫിലോസഫേഴ്സിനെ വായിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വായിച്ച് പഠിച്ച് വന്നൊരു മനുഷ്യനാണ് ഫ്രഞ്ച് അധ്യാപകനായിട്ട് ഇവിടെ വരുന്നത്. അതുപോലെ ആ സമയത്ത് തന്നെ അദ്ദേഹം ഇന്ത്യൻ പോളിറ്റിക്സിൽ ഇറങ്ങുകയും ചെയ്യുന്നു. ഒരു എക്സ്ട്രീമിസ്റ്റ്, ഒരു റാഡിക്കൽ സോഷ്യലിസ്റ്റ് ഇൻ്റലക്ച്വലായിട്ട് അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതൊരു വലിയൊരു സംഭവമാണ്. കാരണം രണ്ടാമത്തെ ഫേസാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം. നമ്മളിങ്ങനെ അന്വേഷിച്ച് പോയാൽ 1, 2, 3 എന്ന് പറഞ്ഞ് പല ഫേസസ് ആയിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അണിയൻ പീലിംഗ് പോലെയാണ്, ഓരോന്നോരോന്നും അഴിച്ച് കളയുകയാണ് അദ്ദേഹം. ഫസ്റ്റ് ഡ്രസ്സ് മാറ്റുന്നു, അടുത്ത ഇതിലേക്ക് ഇറങ്ങുന്നു. അവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഉടനെ പല ആക്ടിവിറ്റീസിൽ അദ്ദേഹം ഏർപ്പെടുന്നു. ഇന്ദുപ്രകാശ് എന്ന് പറഞ്ഞൊരു ജേണൽ ആരംഭിക്കുന്നു, അതിൽ എഴുതാൻ തുടങ്ങുന്നു. വന്ദേ മാതരത്തിൻ്റെ ഒരു സ്റ്റേജ്, ധർമ്മ എന്ന് പറഞ്ഞൊരു സാധനം, ഇങ്ങനെ ധാരാളം പല കണക്ഷൻസ് അദ്ദേഹത്തിനുണ്ടാകുന്നു. അതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില പൊളിറ്റിക്കൽ റൈറ്റിങ്സ് ഉണ്ട് അദ്ദേഹത്തിന്. ഇന്നും വളരെ റെലവൻ്റാണ്. പലപ്പോഴും എനിക്ക് വളരെ വിഷമം തോന്നിയത് നമ്മുടെ ചെറുപ്പക്കാരും അല്ലെങ്കിൽ നമ്മുടെ വായിക്കുന്ന ചിന്തകരൊന്നും ഇദ്ദേഹത്തെ കാര്യമായിട്ട് വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം വായിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ദുപ്രകാശിലൊക്കെ അദ്ദേഹം എഴുതിയ ന്യൂ ലാംപ്സ് ഫോർ ഓൾഡ് എന്ന് പറഞ്ഞിട്ട് പുതിയ ലാമ്പുകൾ, പഴയ ലാമ്പിന് പകരം എന്ന് പറഞ്ഞ് പഴയ കഥയുണ്ടല്ലോ, അതുപോലെ പല അനുഭവങ്ങൾ, ഇന്ത്യയുടെ ഒരു ആത്മാവ് അന്വേഷിച്ചിട്ടുള്ള പല അന്വേഷണങ്ങളും അദ്ദേഹം അവിടെ വെച്ച് ചെയ്യുന്നു. കുറേ വർഷം അവിടെ ഇരുന്നു, ബറോഡയിലിരുന്നു. ധാരാളം അനുഭവങ്ങളുണ്ട്. രാജാവ് പലപ്പോഴും അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ചില സമയത്തൊക്കെ ഉറങ്ങാറില്ല. ഉറക്കം എന്ന് പറഞ്ഞൊരു സാധനമില്ല അദ്ദേഹത്തിന്. എല്ലാം പഠിക്കുക, വായിക്കുക എന്നുള്ളത്. സഹോദരി, അദ്ദേഹത്തിൻ്റെ സിസ്റ്ററുണ്ട്, സരോജിനി, അവരുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. അപ്പം സരോജിനി ഇവർക്ക് കത്തെഴുതും. ഒരു പ്രാവശ്യം മാത്രം വീട്ടിൽ വന്ന്, ബംഗാളിൽ വന്ന് താമസിക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാം, സിസ്റ്റേഴ്സെല്ലാം, ഈ സഹോദരിയും ഫ്രണ്ട്സും എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അരവിന്ദൻ വന്നു കഴിഞ്ഞാൽ ധാരാളം പെട്ടികൾ വരും, ഈ പെട്ടി മുഴുവൻ നമുക്ക് വരുന്ന പുതുവസ്ത്രങ്ങളായിരിക്കും എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തു. അത് മുഴുവൻ തുറന്നു നോക്കുമ്പോൾ അത് മുഴുവൻ പുസ്തകങ്ങളാണ്, വേറെ ഒന്നുമല്ല. ഈ പുസ്തകം എല്ലാം ചുമന്നുകൊണ്ട് ഇവിടം വരെ വരും. അതിനാവും പകലും ഇരുന്ന് വായിക്കും, വേറെ ഒന്നുമില്ല. ഈ വായിക്കുക, പിന്നെ തിരിച്ചു പോകുക, അത്രയേ ഉള്ളൂ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി. ബറോഡയിലിരുന്ന ചുരുങ്ങിയ വർഷം ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഒരു മീറ്റിയോർ പോലെ ഇങ്ങനെ പോകുന്നു, ഒരു പൊളിറ്റിക്കൽ മീറ്റിയോറായിട്ട് ഇങ്ങനെ പോകുന്നു. ആ സമയത്ത് എന്നെ മറാഠി പഠിക്കും. തിലകനുമായിട്ടൊക്കെ വളരെ അടുപ്പമായിരുന്നു. മറാഠിയും പഠിച്ചു, ഗുജറാത്തി കുറച്ച് പഠിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ഭാഷകൾ വെറുതെ പഠിക്കുകയല്ല, അക്ഷരങ്ങൾ മാത്രമല്ല, ആ വാക്കുകളിലെ, ആ പുസ്തകം, ആ ഭാഷയിലെ പാണ്ഡിത്യം, പ്രാഗൽഭ്യം നേടുക തന്നെ ചെയ്യുന്നുണ്ട് അദ്ദേഹം അവിടെ. അത് കഴിഞ്ഞ് കുറേ വർഷം കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് മടുത്തിട്ട് തിരിച്ച് നേരെ ബംഗാളിലേക്ക് പോകുന്നു. ബംഗാളിൽ വന്നിട്ട് അദ്ദേഹം അവിടെ അധ്യാപകനാവുന്നു. ഇംഗ്ലീഷ് അധ്യാപകനായിട്ടാണ് വരുന്നത്. പ്രസിഡൻസി കോളേജ് വരുന്നു. കുറച്ച് കാലം വർക്ക് ചെയ്യുന്നു. ക്ലാസ്സിലൊക്കെ വളരെ വളരെ രസകരമാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും അന്വേഷണവും. കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ആ സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ വരുന്നു. ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിസം, ഈ ബോംബൊക്കെ ഉണ്ടാക്കുന്നു. മുസാഫർപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ബോംബ് കേസ് വരുന്നു. ആ ബോംബ് കേസ് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ബ്രദർ മാരീന്ദ്രകുമാറിനെയും മറ്റു പലരെയും പിടിച്ച് ജയിലിലിടുന്നു. അപ്പം അങ്ങനെ അലിപ്പൂർ ജയിലിൽ കുറച്ചു കാലം കഴിയേണ്ടതായിട്ട് വരുന്നു. അപ്പം ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ചില മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് ഉണ്ടാകും. അത് വളരെ രസമാണ്. അതിനെക്കുറിച്ച് ജയിൽ ഡയറി തന്നെ, കാരാ കാഹിനി, ദാറ്റ് ഇസ് ദ ഓൺലി വൺ വി റോട്ട് ഇൻ ബംഗാളി, മറ്റതെല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പോൾ കറുത്ത ഈ ജയിലിലെ മാസ സമയം മുഴുവൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പെട്ടെന്ന് വെളിയിൽ നോക്കിയപ്പോഴത്തേക്ക് ജയിൽ വാർഡനെ പോലും കൃഷ്ണനായിട്ടാണ്, വാസുദേവനായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചുറ്റുപാട് കണ്ടതല്ലേ, ഈ ജയില് ഇത് കൃഷ്ണൻ്റെ സ്ഥലമാണല്ലോ, ഇവിടെ നിൽക്കുന്നത് ആ വാസുദേവനാണല്ലോ വരുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ മാറാൻ, അത് കാണാനും അതിനകത്തുള്ളൊരു തരം ഈ പറഞ്ഞ ദൃഷ്ടി, അദ്ദേഹത്തിൻ്റെ വിഷൻ, അതൊരു ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാകും. ഇവിടെ വെച്ച് ഈ ജയിലിൻ്റെ ഇത് കഴിഞ്ഞിട്ട്
ബോറടിപ്പിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പം ജയിൽവാസം അദ്ദേഹം ഇത് കഴിയുമ്പോഴത്തേക്കും ഫോർ സം റീസൺ ഇദ്ദേഹത്തെ മാത്രം എങ്ങനെയോ അവിടെ നിന്ന് വിടുന്നു. പക്ഷെ അത് വിടുന്നു, അതിനകത്തൊരു രസമുണ്ട്, ഞാൻ പറയാം. ഒത്തിരി പറയണമെന്നുണ്ട്, പക്ഷേ എങ്കിലും ഒരു കാര്യം മാത്രം ഞാൻ വായിക്കാം. ഈ അലിപ്പൂർ ജയിൽവാസ സമയത്ത് അതിനൊരു ഈ ട്രയൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ട്രയലിൽ ദേശബന്ധു CR ദാസാണ് ഇദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വന്നത്. ദേശബന്ധു CR ദാസ് മിക്കവാറും ഇന്ത്യ ചരിത്രം വായിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം CR ദാസിനെ കുറിച്ച്. അപ്പോൾ CR ദാസ് ഹി മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ കോർട്ട്. അതിതാണ്, ഇത് വളരെ രസകരമാണ്. അത് ഇംഗ്ലീഷിലാണ്, അത് ഞാൻ വായിക്കാം. CR ദാസ് റൈറ്റ്സ്, ഹി സെഡ് ദാറ്റ് long after this controversy is hushed in silence, long after this turmoil, this agitation ceases, long after he is dead and gone, Aurobindo will be looked upon as the poet of patriotism, as the prophet of nationalism, and as a lover of humanity. His words will be echoed and re-echoed not only in India but across distant seas and lands. വളരെ പ്രൊഫറ്റിക് ആയിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ കോടതിയിൽ പറയുന്നതാണ്. ഈ മനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ സാധാരണ ഒരു വ്യക്തിയല്ല, ഇയാളൊരു അസാധാരണമായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഹി ഈസ് ഗോയിങ് ടു ബി എ പ്രോഫിറ്റ് ഓഫ് നാഷണലിസം എന്നേ പറയുന്നു. അപ്പോൾ അതിനിടയ്ക്ക് പോയിറ്റ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പോയിട്രി എന്ന് പറയുന്നത് അതിവിടെ വളരെ റെലവൻ്റാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അന്നത്തെ കാലത്ത് കവിതയും കഥയും എഴുതാതെ രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്തവർ വളരെ ചുരുക്കം പേരുള്ളൂ. മഹാത്മജി മാത്രമേ കവിത എഴുതാതുള്ളൂ. ടാഗോറൊക്കെ ധാരാളം വളരെ മനോഹരമായിട്ട് പാട്ടും പാടി നാടകവും സിനിമയൊക്കെ ആയിട്ട്, സിനിമ നാടകവും മറ്റു രീതിയിലുള്ള പ്രവൃത്തിയുമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അരവിന്ദ് ഘോഷ് കവിത എഴുതുന്നുണ്ടായിരുന്നു. അന്ന് മുതൽ, വളരെ ചെറുപ്പകാലം മുതൽ, ഇംഗ്ലണ്ടിലുള്ള കാലം മുതലേ അദ്ദേഹം ഇംഗ്ലീഷിൽ കവിത എഴുതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ്. ധാരാളം കവിതയുണ്ട്, ഏതാണ്ട് ഒരു 1000-ൽ പരം കവിതകൾ, കളക്റ്റഡ് പോയിംസ് ഉണ്ട്. അത് പോരാതെ അദ്ദേഹത്തിൻ്റെ വളരെ ലോങ്സ്റ്റ് ആയിട്ടുള്ളൊരു എപ്പിക്കുണ്ട്, സാവിത്രി എന്ന് പറഞ്ഞൊരു എപ്പിക്. ടെക്സ്റ്റുകളിലൊക്കെ ഇപ്പോൾ പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷയിൽ ഞങ്ങൾ MA-യിലും BA-യിലും ഒക്കെ കുട്ടികൾക്ക് കുറേ എക്സ്ട്രാക്ട്സ് പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ സിലബസിൽ ഇട്ടിട്ടുണ്ട് സാവിത്രിയുടെ. അത് അത്യാവശ്യം അവിടെ ഇവിടെ മാത്രം പഠിച്ചു പോകും. പക്ഷേ ഈ സാവിത്രി മുഴുവനായിട്ട് വായിച്ചാൽ മാത്രമേ സാവിത്രി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അത് ഏതാണ്ട് 50 വർഷത്തോളം അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ്, ഒരു എപ്പിക്. ആൻഡ് ദിസ് ഈസ് ദ ലോങ്സ്റ്റ് എപ്പിക് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. വേറെ ഒരു ടെക്സ്റ്റും ഇല്ല ഇത്രത്തോളം 24,000-ൽ പരം വരികളുള്ള ഇംഗ്ലീഷിലുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എപ്പിക് വേറെ ആരും എഴുതിയിട്ടില്ല. മറ്റൊരു സാധനമുള്ളത്, ഞാനത് പലയിടത്തും എഴുതിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രീക്ക് ഭാഷയിലെ ഒരു കവിയും നോവലിസ്റ്റും ചരിത്രകാരനുമൊക്കെ വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു ബുദ്ധിജീവിയായിട്ടുള്ള നിക്കോസ് കസൻസാക്കിസിൻ്റെ മറ്റൊരു ഇതുണ്ട്, ഒഡിസി, മോഡേൺ സീക്വൽ. ഒഡിസിയാണ് അദ്ദേഹത്തിൻ്റെ. ഒഡിസി എന്ന് പറഞ്ഞാൽ ഈ ഹോമറിൻ്റെ ഒഡിസി എൻഡ് ചെയ്യുന്ന സ്ഥലത്തിൽ നിന്ന് വീണ്ടും ആരംഭിക്കുന്ന, ഒഡീസിയസ് വീണ്ടും സെയിലിങ്ങിൽ പോകുന്നതായിട്ടാണ് നിക്കോസ് കസൻസാക്കിസ് എഴുതിയത്. അത് മാത്രമേ ഉള്ളൂ ഇതിനെക്കാളും ലോങ്ങറായിട്ടുള്ളത്. 33,333 വരികളുണ്ട്. 33,333 ലൈൻസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അദ്ദേഹത്തിന്. പക്ഷേ അത് ട്രാൻസ്ലേറ്റഡ് വർക്കാണ്. ഒറിജിനലി ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. നേരെ മറിച്ച് അരവിന്ദ് ഘോഷിൻ്റെ അങ്ങനെയല്ല, ഒറിജിനൽ ഇംഗ്ലീഷിൽ തന്നെ ഇത്രത്തോളം. ഇറ്റ്സ് നോട്ട് ഈസി. എത്രയോ പ്രാവശ്യം ഇദ്ദേഹത്തെ അൺവൈൻഡിങ് സാരി എന്നൊക്കെ പറഞ്ഞ്, മാത്യു ആർണോൾഡിൻ്റെ സാരി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ പലരും പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട് ഇദ്ദേഹം ഇതിനെക്കുറിച്ച്. മിസി മെസക്കിയൽ തന്നെ വളരെ നല്ല ഉദാത്തമായിട്ടുള്ളൊരു ഇംഗ്ലീഷ് അധ്യാപകനും ഇംഗ്ലീഷ് കവിയുമാണ്. ബോംബെയിലെ ബുദ്ധിജീവിയായിരുന്നു. മെസക്കിയൽ അരബിന്ദോവിനെ എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം ഇതിങ്ങനെ നീണ്ടു പോകും. എസക്കിയലിന് പോലും ഒരിക്കലും എഴുതാൻ കഴിയാത്തതാണ്. 24,000 വരി ഇംഗ്ലീഷിൽ എഴുതുക എന്ന് പറഞ്ഞാൽ, തെറ്റുകൂടാതെ എഴുതുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അദ്ദേഹത്തെ പോലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ബുദ്ധിജീവിക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഈസ് എ ക്വൈറ്റ് ഓഫ് എക്സ്ട്രോർഡിനറി എബിലിറ്റീസ്. കവിത എഴുതുന്നത് മരിക്കുന്നത് വരെ. അദ്ദേഹം 1950-ലാണ് മരിക്കുന്നത്. ആ സമയം വരെ അദ്ദേഹം സാവിത്രി എഴുതിക്കൊണ്ടിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് ക്യാൻഡോ, അതിന് പല കാണ്ഡങ്ങളുണ്ട്, പല ക്യാൻഡോ. ഫസ്റ്റ് ക്യാൻഡോ തന്നെ 23 പ്രാവശ്യം അദ്ദേഹം റിവൈസ് ചെയ്തു. അത് ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് കണ്ടിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും അദ്ദേഹം ഇരുന്ന് ഓരോ വരികളും മാറ്റി എഴുതി. ഇങ്ങനെയല്ല, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, വീണ്ടും വായിച്ചപ്പോൾ അതിൻ്റെ
ഒരു ഒരു ലുക്കറ്റ് ആ തീവ്രത എന്ന് പറയുന്നത്, ഇൻറ്റൻസിറ്റി, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഈ കാവ്യ നിർമ്മാണത്തിലും ഉണ്ട്. അപ്പോൾ അതിങ്ങനെ അദ്ദേഹം ഈ കവിത എഴുതുന്നത് ഒരു ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. പോയിട്രി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലൈക്ക് ബ്രീതിങ് അദ്ദേഹത്തിന്. ഇപ്പം കവിതയും എഴുതും, അതിനോടൊപ്പം മറ്റു പലതും ഈ രാഷ്ട്രീയ പ്രവർത്തനവും പ്രസംഗവും ക്ലാസ്സിലുള്ളതും പുസ്തക വായനയും ഇതെല്ലാം കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു എക്സ്ട്രോർഡിനറി ബ്രില്യൻറ്റ് ഇൻ്റലക്ച്വലാണ് ഇദ്ദേഹം. ടാഗോർ തന്നെ ഒരു പ്രാവശ്യം പോണ്ടിച്ചേരി വന്നിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അരബിന്ദോ എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതുന്നു. അൺബിലീവബിളി യുണീക്കാണ് നിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നാണ് മഹാകവി ആയിട്ടുള്ള ഗുരുദേവ് ടാഗോർ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ടാഗോർ ഇദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത് ജപ്പാനിൽ വെച്ചിട്ടാണ്. ടാഗോർ ജപ്പാനിൽ പോയ സമയത്ത് തന്നെ 1914 ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ടാഗോർ വാസ് ദെയർ. ആ സമയത്താണ് അരബിന്ദോ ഘോഷ് ഇങ്ങനെ ഒരാളുണ്ടല്ലേ, എനിക്ക് കാണണമല്ലോ, ഒരു ബംഗാളിയാണല്ലോ എന്ന് പറയുന്നത്. പക്ഷേ ആ സമയത്ത് പല ചേഞ്ചസ് വരുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഈ അലിപ്പൂർ ബോംബ് കേസിൽ നിന്ന് ഇദ്ദേഹത്തെ വിടുന്നു. ഹി വാസ് എക്സോണറേറ്റഡ്, ഹി വാസ് ഫ്രീ, ലിബറേറ്റ് ചെയ്താലും ബ്രിട്ടീഷ് സർക്കാർ ഇദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നാൽ ഇദ്ദേഹം റാഡിക്കലാണ്, വേറെ എന്തെങ്കിലുമൊക്കെ ആളുകളെ കൊല്ലാനോ വെടിവെക്കാനോ ബോംബ് നശിപ്പിക്കാനോ ഒക്കെ ഇദ്ദേഹത്തിന് പ്രവൃത്തിയുണ്ട്, സൂക്ഷിക്കണം. പോലീസുകാരുടെ 24 hours വാച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇദ്ദേഹം എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള മനസ്സിൽ തോന്നിയതല്ല. കൂട്ടുകാരെല്ലാവരും പറഞ്ഞു പെട്ടെന്ന് പോയിക്കോളൂ. അപ്പോൾ ആ സമയത്ത് വെസ്റ്റ് ബംഗാളിൽ തന്നെ ചന്ദ്രൻ നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഫ്രഞ്ച് അധീനത്തിലുള്ള സ്ഥലമാണ് ചന്ദ്രൻ നഗറിലേക്ക് താമസം മാറ്റിക്കൊള്ളു. ഫ്രഞ്ച് നഗരായതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ലീഗൽ സിസ്റ്റം അവിടെ പോകത്തില്ല, അവരൊന്നും പിടിക്കില്ല, അവിടെ താമസിച്ചുള്ളൂ. ഈ സ്റ്റേഡ് ഇൻ ചന്ദ്രൻ നഗർ ഫോർ സം ടൈം. അത് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അവിടെ നിന്ന് ഒരു കപ്പലിൽ രാത്രി പോണ്ടിച്ചേരിയിലേക്ക് വരുന്നു. പോണ്ടിച്ചേരി ഫ്രഞ്ച് ടെറിട്ടറി ആയിരുന്നു ആ സമയത്ത്. ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്ന് ഫ്രീഡം കിട്ടാനും ആ സമയത്ത് ഫ്രഞ്ച് ടെറിട്ടറി ആയിരുന്നു. സോ ഹി ലാൻഡ്സ് ഇൻ പോണ്ടിച്ചേരി. അത് 1910 അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ 3 ഭാഗമായിട്ട് തിരിക്കുക. രണ്ടാമത്തെ ഭാഗം രാഷ്ട്രീയത്തിൽ മുഴുവൻ ഒത്തിരി പറയാനുണ്ട്. ഞാൻ വളരെ കുറച്ച് മാത്രമേ രാഷ്ട്രീയത്തെപ്പറ്റി പറയുന്നുള്ളൂ. ധാരാളം അദ്ദേഹം വന്ദേ മാതരവും അങ്ങനെ പല പരിപാടികളിൽ അദ്ദേഹം ഇൻവോൾവ് ആവുന്നതുമുണ്ട്. എങ്കിലും അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് 1910 അദ്ദേഹം പോണ്ടിച്ചേരിയിൽ ലാൻഡ് ചെയ്യുന്നു. 1910 മുതൽ 1950 വരെ 40 വർഷം അദ്ദേഹം പോണ്ടിച്ചേരി തന്നെയായിരുന്നു. അവിടെ നിന്ന് ഒരിടത്തും പോയില്ല. 2-3 പ്രാവശ്യം സൂറത്ത് കോൺഗ്രസ്സിലേക്കും മറ്റ് പല കോൺഗ്രസ് മഹാത്മജി വരെ വന്ന് വിളിച്ചു, അവിടെ വരൂ, ചെയർ ചെയ്യാൻ പറ്റും, തിരക്കില്ലാതെ നമുക്ക് എങ്ങനെയെങ്കിലും എക്സ്ട്രീമിറ്റ്സും മോഡറേറ്റ്സും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും, കോൺഗ്രസിൻ്റെ ഇതെല്ലാം ചേഞ്ച് ചെയ്യാം, നമുക്ക് പുതിയ ആദർശങ്ങൾ കൊണ്ടുവരാം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഗോഖലെ മുതൽ എല്ലാവരും പറഞ്ഞ. പക്ഷേ എങ്കിലും ഞാൻ അവിടെ നിന്ന് വിട്ടുകഴിഞ്ഞു. രാഷ്ട്രീയത്തെക്കാളും കൂടുതൽ എനിക്കെന്തോ വേറൊരു ആദേശമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉൾവിളി എവിടുന്നോ കിട്ടിയ ഒരു ഉൾവിളി അദ്ദേഹത്തിനെ അവിടെ കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ പോണ്ടിച്ചേരി വന്നു കഴിഞ്ഞപ്പോൾ പോണ്ടിച്ചേരിയിൽ മീറ്റ് ചെയ്യുന്ന തന്നെ സുബ്രഹ്മണ്യ ഭാരതിയൊക്കെയാണ് ഇദ്ദേഹത്തെ പോയി മീറ്റ് ചെയ്യുന്നത്. സുബ്രഹ്മണ്യ ഭാരതിയും മറ്റു പലരും ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഒരിടത്ത് താമസിപ്പിക്കുന്നു. അപ്പോൾ 1910 മുതൽ അദ്ദേഹം പലയിടത്തും പോണ്ടിച്ചേരിയിലെ പല സ്ഥലങ്ങളിലും വാടക വീട്ടിൽ സുഹൃത്തുക്കളുടെ ഹെൽപ്പോടുകൂടിയൊക്കെ താമസിക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് ഇദ്ദേഹത്തിന് വേറൊരു പ്രത്യേക ഒരു കൊളാബറേറ്റർ ഉണ്ടാകും. ഒരു ഇദ്ദേഹവുമായിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മാനസിക ലെവലിൽ ഇദ്ദേഹവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനും അദ്ദേഹത്തോടൊപ്പം യോഗ നിർമ്മാണത്തിൽ ഏർപ്പെടാനും സാധിക്കുന്ന ഒരാൾ അവിടെ വരുന്നു. അതാണ് മീര റിച്ചാർഡ്സ്, മീര അൽഫാസ്, മീര MIRRA, മീര എന്നാണ്. മീര ഈസ് എ ഫ്രഞ്ച് വുമൺ. അവരാണ് വർഷങ്ങൾക്ക് ശേഷം മദർ എന്നറിയപ്പെടുന്നത്. 1920 മുതൽ അവർ മദർ ഓഫ് ദ അരബിന്ദോ ആശ്രം എന്ന് അറിയപ്പെടുന്നത്. അപ്പം മീര അവിടെ വരുന്നു. മീര ആദ്യം വരുമ്പം ഒരു തിയോസഫിസ്റ്റായിട്ടും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള റിച്ചാർഡ്സിനോടൊപ്പമാണ് വരുന്നത്. റിച്ചാർഡ്സ് ആണെങ്കിൽ പോൾ റിച്ചാർഡ്സ്, അയാൾ കുറച്ചൊരു റാഡിക്കൽ മിസ്റ്റിസിസം മുഴുവൻ. കാരണം പല സമയത്തും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ്സും അരബിന്ദോ ഘോഷിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അരബിന്ദോ ഈ കവിതയിലും കഥയിലും ഒക്കെ ഇവരറിയാതെ അന്യോന്യം ഈ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ മീര റിച്ചാർഡ്സ് അവിടെ എത്തുന്നത് 1914-15 അവർ ആദ്യം വരുന്നു. അത് കഴിഞ്ഞ് അവർ വീണ്ടും പാരീസിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോഴത്തേക്ക് യുദ്ധം വരുന്നു. ഫസ്റ്റ് വേൾഡ് വാർ ടൈമാണ്. ഫ്രാൻസിൽ വളരെയേറെ പ്രശ്നങ്ങൾ വരുന്നു. അവരവിടെ നിന്ന് കപ്പൽ കയറി അവരും
ജപ്പാനിൽ പോകുന്നു. ജപ്പാനിൽ നിന്ന് വെച്ചിട്ടാണ് ഇദ്ദേഹം ടാഗോറിനെ കാണുന്നതും ടാഗോറിനോട് പറയുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടെ നടക്കുന്നു. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവർ തിരിച്ചു വരുന്നു. മീര എന്തോ ഒരു ഉൾവിളിയുണ്ട്, എനിക്ക് പോണ്ടിച്ചേരി തന്നെയാണ് വരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് അവരവിടെ വളരെ മിസ്റ്റീരിയസ് ആയിട്ട് തിരിച്ചവിടെ എത്തുന്നു. അവിടെ എത്തി ഈ അരബിന്ദോവിൻ്റെ സ്പിരിച്വൽ കൊളാബറേറ്റർ എന്നാണ് പലരും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ള ഒരു സെക്ഷുവൽ റിലേഷനൊന്നുമല്ല, ഈ ഭാര്യ ഭർത്താവുമായുള്ള റിലേഷനല്ല. കാരണം ഇവരുടെ ഈ കറസ്പോണ്ടൻസിലും ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. വെറുതെ ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിട്ടുള്ളൊരു താന്ത്രിക് യൂണിറ്റി എന്നുള്ള രീതിയിലല്ല ഇവർ കാണുന്നത്. കാരണം ഇവരുടെ മനസ്സിനുള്ളിൽ പല അന്വേഷണങ്ങളും പല ലെവലും സാധാരണ നമ്മളെല്ലാം ജീവിക്കുന്നത് ഈ ഡെസ്കും ബെഞ്ചും ഈ കണ്ണടയും പോലെ തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ പല ഈ ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻ. അവരുടെ ഐഡിയാസ് ഒക്കെ വളരെ റിയലാണ്. ഐഡിയാസ് ആർ മോർ റിയൽ ദാൻ ദ റിയൽ സ്റ്റഫ്. നമ്മൾ ഈ കാണുന്നതിനെക്കാട്ടിലും റിയലാണ് അവർക്ക്. അപ്പോൾ അവിടെ വെച്ച് അരബിന്ദോ ഒരു ജേണൽ ആരംഭിക്കുന്നു. ആ ജേണൽ ആരംഭിക്കാൻ പോൾ റിച്ചാർഡ്സും മീര റിച്ചാർഡ്സും കുറച്ച് ഫിനാൻസ് കൊടുക്കുന്നു. അതവിടെ വളരെ റെലവൻ്റ് ആണ് ആ സമയത്ത്. കാരണം പബ്ലിഷ് ചെയ്യാനായിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അരബിന്ദോനോട് പറയുന്നു, വിൽ യു റൈറ്റ്, ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മഹാഭാരതം ട്രാൻസ്ലേഷൻ കുറച്ചൊക്കെ ചെയ്യുന്നു. മഹാഭാരതത്തെക്കുറിച്ചുള്ള എസ്സൈസ് എഴുതുന്നു. എസ്സൈസ് ഓൺ ദ ഗീത എഴുതുന്നു. ഉപനിഷത്തിൻ്റെ പല ഉപനിഷത്തുകളും സെലക്ട് ചെയ്ത് അതിനെക്കുറിച്ച് എഴുതുന്നു. പിന്നെ സീക്രട്ട് ഓഫ് ദ വേദ എന്ന് പറഞ്ഞിട്ട് വേദത്തിനെ പറ്റി ഒരല്പനേരത്തിനുള്ളിൽ ഞാൻ പറയാം, അതുമായിട്ട് അദ്ദേഹം കണക്ട് ചെയ്തിട്ട്. ഇപ്പോൾ വേദത്തെപ്പറ്റി അദ്ദേഹം എഴുതുന്നു. അതുപോലെ തന്നെ മറ്റു പല കവിതകളും കഥയും പലതിനെക്കുറിച്ച് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, എഴുതുന്നു. ഇതെല്ലാം ഇവരുടെ ഒരു ജേണൽ, ആര്യ എന്ന് പറഞ്ഞിട്ടൊരു ജേണൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ആര്യ നമ്മുടെ ആര്യന്മാർ എന്നുള്ള അർത്ഥത്തിലുള്ള ആര്യയല്ല, വിശുദ്ധി എന്ന് കാണിക്കുന്ന രീതിയിൽ കുറച്ചൊരു വേറൊരു ലെവലിലാണ് ഇദ്ദേഹം കണ്ടതും അവർ പേരിട്ടതും. അപ്പോൾ എനിവേ ആര്യ സ്റ്റാർട്ട് ചെയ്യുന്നു. ആര്യയിൽ ഈ ആര്യയിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ പുസ്തകങ്ങളും, ലേറ്റർ നമ്മൾ പുസ്തകങ്ങളായിട്ട് കാണുന്ന എല്ലാം പബ്ലിഷ് ചെയ്യുന്നത് ആര്യയിലൂടെയാണ്. അതിന് മുമ്പ് പലതും ചെയ്തിരുന്നു. ഈ പൊളിറ്റിക്കൽ റൈറ്റിങ്സ് ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ബംഗാളിലിരിക്കുന്ന സമയത്തും അദ്ദേഹം 2-3 ജേണൽ ഒരേ സമയത്ത് എഡിറ്റ് ചെയ്തിരുന്നു. ഒരു ബംഗാളി ജേണൽ എഡിറ്റ് ചെയ്തിരുന്നു, ധർമ്മ എന്നുള്ള പേരിൽ. അപ്പോൾ അതിലും അദ്ദേഹം എഴുതുമായിരുന്നു പലതും. പക്ഷേ ഇതെല്ലാം ഈ ആര്യയിൽ വന്നപ്പോഴാണ് ഇതൊരു ടെക്സ്റ്റുവാലിറ്റി അതിന് വന്നത്, ഒരു ടെക്സ്റ്റുവൽ ഇത് കൈവന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ഈ ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ടൊരു എസ്സേ ഇങ്ങനെ സീരിയസ് ആയിട്ട് എഴുതാൻ തുടങ്ങി. പലരും വായിക്കാതെ വിട്ടുപോയ ഒരു പുസ്തകമാണ്. എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനായിട്ട് തോന്നുന്നു. ഈ റെനൈസൻസിനെ പറ്റി നമ്മളിപ്പോൾ ധാരാളം സംസാരിക്കുന്നു. റെനൈസൻസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഭാഗം തന്നെയുണ്ട്, റെനൈസൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ് റെനൈസൻസ്, എങ്ങനെയാണ് ഇന്ത്യ പുതിയ രീതിയിൽ കാണാൻ പറ്റുന്നത്, വിവേകാനന്ദനെ പോലെ തന്നെ ഒരു രീതിയിൽ കാണാൻ ഒരു പുതിയ ഒരു നവജീവൻ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളത് മഹാത്മജിയിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന് സാധിച്ചു. മഹാത്മാഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വായിച്ചു കൊടുത്തു. ആ സമയത്ത് തന്നെ പബ്ലിഷ് ചെയ്തിരുന്ന ഒരു പുസ്തകമാണ് ലൈഫ് ഡിവൈൻ. ഡിവൈൻ ലൈഫ് അല്ല, ഡിവൈൻ ലൈഫ് എന്ന് പറഞ്ഞ് വേറെ ഒന്നുണ്ട്. ഋഷികേശിൽ നിന്ന് പബ്ലിഷ് ചെയ്ത ഡിവൈൻ ലൈഫുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ലൈഫ് ഡിവൈൻ. അപ്പോൾ ലൈഫ് ഡിവൈൻ ഒരു സബ്സ്റ്റാൻഷ്യലി ബിഗ് ബുക്ക്, ഏകദേശം 2000 അടുപ്പിച്ച് വരുന്ന പ്രിൻ്റഡ് പേജസ് ഉള്ള പുസ്തകമാണ്. അപ്പോൾ അതിങ്ങനെ ഗാന്ധിജിക്ക് അയച്ചു കൊടുത്തു. ഗാന്ധിജി അത് മറിച്ച് നോക്കിയിട്ട്, എനിക്കിത് വായിക്കാൻ ഇവിടെ സമയം, വായിക്കണമെന്ന് വലിയ താല്പര്യമുണ്ട്, അരബിന്ദോവിൻ്റെ അല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും അരവിന്ദൻ എന്തായാലും എനിക്ക് എന്തെങ്കിലും അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലല്ലോ. കൃഷ്ണ കൃപലാനിയെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്തു, ഇതൊന്ന് വായിച്ചിട്ട് എനിക്കിതൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തങ്ങ് ഇൻവോൾവായി പോകും. ഇത് മുഴുവൻ ഗാന്ധിജിക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ, ഇതൊരു കടലാണ്. അദ്ദേഹം അത് നോട്ട് ചെയ്യുന്നുണ്ട്. ഈ ലൈഫ് ഡിവൈൻ വായിച്ചപ്പോൾ കൊടുത്തിട്ട്, ദിസ് ഇസ് ആൻ ഓഷ്യൻ. ഈ ഓഷ്യനിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയാൽ, കടലിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ കാണുമ്പോൾ അലകളും ഈ കടലിൻ്റെ തീരം മാത്രമേ കാണുന്നുള്ളൂ. കടലിൻ്റെ ആ ഒരു ഡെപ്തും അതിൻ്റെ ആ ശബ്ദവും അതിൻ്റെ ഒരു മഹത്വവും അത് കാണണമെങ്കിൽ ഈ ലൈഫ് ഡിവൈൻ പോലൊരു സാധനം അതിങ്ങനെ എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ച ഈ തപസ്സിൽ കൂടിയാണ്. അപ്പം ഈ 1910 മുതൽ 50 വരെ അദ്ദേഹം വെറുതെ അല്ല ജീവിതം കളഞ്ഞത്. ഇത് മുഴുവൻ എഴുതുകയും വായിക്കുകയും പുസ്തകങ്ങളുടെ രൂപത്തിൽ ഇന്ത്യയെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ ലൈഫ് ഡിവൈൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ പോലെ ലൈഫ് ഡിവൈൻ എന്ന് പറയുന്ന ആ പുസ്തകം
ധാരാളമുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എഴുതുന്നുണ്ട്. സൈക്കിളല്ല, ഹ്യൂമൻ പല രീതിയിലുള്ള മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യർ പാസ് ചെയ്ത് പോയിട്ടുള്ള ഒരു ആന്ത്രപ്പോളജിക്കൽ, സോഷ്യോ ആന്ത്രപ്പോളജിക്കലായിട്ടുള്ള ഒരു ട്രീറ്റിസാണ് ദ ഹ്യൂമൻ സൈക്കിൾ. ഐഡിയൽ ഓഫ് ഹ്യൂമൻ യൂണിറ്റി ഇന്നത് വളരെ റെലവൻ്റാണ്. ഇന്നിപ്പോൾ ലോകം മൂന്നാമത്തെ യുദ്ധത്തിൻ്റെ ബ്രിങ്കിലാണെന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് എൻ്റെ നെഞ്ചിടിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ഐഡിയൽ ഓഫ് ഹ്യൂമൻ യൂണിറ്റി ഒന്ന് വായിച്ചുകൂടെ. യുണൈറ്റഡ് നേഷൻസും ലീഗ് ഓഫ് നേഷൻസും ഒക്കെ ഉണ്ടാക്കിയ ഒരു കാലം. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു, സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞു, മൂന്നാമത്തെ വേൾഡ് വാറിന് മുമ്പ് നിങ്ങൾ ഇതൊന്ന് വായിക്കൂ. ശരിക്കും ഐഡിയൽ ഓഫ് ഹ്യൂമൻ യൂണിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക്. അത് നമ്മൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഹ്യൂമൻ സൈക്കിൾ പോലെ. താങ്ക് യു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സോഷ്യോളജിക്കൽ, ഒരു സോഷ്യോ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം കോൺട്രിബ്യൂഷൻസ്, നോട്ട് വൺ ബട്ട് മെനി. പോയിട്രിയിലാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 1000-ൽ പരം സിംഗിൾ, അതും വെറും സാധാരണ കവിതകളല്ല, സോണറ്റ്സ് വരെ എഴുതിയിട്ടുണ്ട്. ഒരു സോണറ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ 14 വരി, അതിനകത്തുള്ള ശരിക്കും സ്കാൻ ചെയ്തിട്ടുള്ള ഓരോ ആൽഫബറ്റ്സും സിലബിൾസും ഒക്കെ എഴുതിയിട്ട്. കാരണം ഇദ്ദേഹത്തിന് ഈ വേദങ്ങളുമായിട്ട് വളരെയേറെ അടുപ്പമുണ്ടായിരുന്നു. ധാരാളം വായിച്ചിട്ടുണ്ട്. കാരണം ഋഗ്വേദത്തിൻ്റെ തന്നെ ആദ്യത്തെ 10 ഭാഗങ്ങൾ ഹിംസ് ടു ദ മിസ്റ്റിക് ഫയർ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. എളുപ്പമല്ല, എളുപ്പമായിട്ടുള്ള പ്രവൃത്തിയല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ഹിംസ് ടു ദ മിസ്റ്റിക് ഫയർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സീക്രട്ട് ഓഫ് ദ വേദ എന്ന് പറഞ്ഞിട്ട് ഒരു എസ്സേ, ഒരു പുസ്തകമാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ഈ ക്വാണ്ടിഫൈഡ് ഹെക്സാമീറ്ററിനെ കുറിച്ച് പറയുന്നു. മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതുണ്ടല്ലോ, ഓരോന്ന് മലയ പുഴയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ ആ ഋതം ഉണ്ടല്ലോ, ആ ഋതം ആൻഡ് അതിൻ്റെ ഒരു ലെങ്ത് ഓഫ് എ സിലബിൾ, അത് മുഴുവൻ അദ്ദേഹം ശരിക്കും ഈ ഗ്രീക്ക് ഭാഷയിലും ലാറ്റിൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഇതിൻ്റെ ഈ ക്വാണ്ടിഫൈഡ് ഹെക്സാമീറ്ററിനെ കുറിച്ച് പഠിച്ച്, അതുപോലെ തന്നെ ആണ് വേദങ്ങളിൽ പല രീതിയിലുള്ള പല നമുക്ക് ഋതം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് സീക്രട്ട് ഓഫ് ദ വേദയിൽ അദ്ദേഹം പറയും. അപ്പോൾ അതുപോലെ തന്നെ വേദങ്ങൾ വായിച്ച സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി പ്ലസ് യോഗ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. സിന്തസിസ് ഓഫ് യോഗ എന്ന് പറഞ്ഞിട്ടൊരു 2 വോള്യൂമുള്ളൊരു ഗംഭീര പുസ്തകമാണ്. എളുപ്പം വായിച്ച് കഴിയുന്ന പുസ്തകമല്ല. കാരണം ഹഠയോഗം എന്താണ്, രാജയോഗം എന്താണ്, അങ്ങനെയുള്ള പല യോഗങ്ങളെക്കുറിച്ചും ഇപ്പം പല നിരുക്തങ്ങൾ വരും. യാസ്കൻ്റെ നിരുക്തം വെച്ചും ശയനൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വെച്ചും ഒക്കെ അദ്ദേഹം കൃത്യമായിട്ട് പഠിച്ചെഴുതിയിട്ടുണ്ട്. കുണ്ടലിനി യോഗത്തെക്കുറിച്ചും ഒക്കെ, താന്ത്രിക് ലെവലിനെ കുറിച്ചും ഒക്കെ. സിന്തസിസ് ഓഫ് യോഗയിൽ അത് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു പുതിയ ഒരു അറിവ് നേടാൻ കഴിഞ്ഞു. അതെന്ന് പറഞ്ഞാൽ ഈ പൂർണ്ണ യോഗം എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് അദ്ദേഹം ഉണ്ടാക്കി. ഇൻ്റഗ്രൽ യോഗ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു ഐഡിയ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നു. അതാണ് അദ്ദേഹം ഈ വേദങ്ങളിൽ നിന്ന് കിട്ടുന്ന, വേദങ്ങളിലെ വ്യാകൃതികളിൽ പല ഈ ശബ്ദങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന ലോകങ്ങളും പലതരത്തിലുള്ള ലെവൽസും പുരാണങ്ങളിലെ ഓരോ വാക്കുകളും വെച്ചിട്ട് ഇദ്ദേഹം കമ്പയർ ചെയ്തിട്ടൊരു യോഗിക് കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നു ഇൻ്റഗ്രൽ യോഗയിൽ. ലളിതമായിട്ട് പറയാവുന്ന കാര്യമല്ല. എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അത്ര മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളതായിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ സിന്തസിസ് ഓഫ് യോഗയിലും സീക്രട്ട് ഓഫ് ദ വേദയിലും ഹിംസ് ടു ദ മിസ്റ്റിക് ഫയറിലും ഇദ്ദേഹം ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടത്തി. മറ്റാരും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ഇനി സംശയമേ ഇല്ല. കാരണം വാക്കുകളെക്കുറിച്ച്, വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ചും അതിൻ്റെ പൊരുളിനെക്കുറിച്ചും വാക്കും അർത്ഥവും കൂടി യോജിക്കുന്ന മന്ത്രത്തെക്കുറിച്ചും സീരിയസ് ആയിട്ടുള്ള അന്വേഷണമാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഫ്യൂച്ചർ പോയിട്രി എന്ന് പറഞ്ഞിട്ടൊരു ഒരു പുസ്തകം എഴുതുന്നു. ഒരു മനുഷ്യനാൽ കഴിയുന്നതാണോ എന്ന് നമുക്ക് തോന്നും ഇത്രയേറെ. കാരണം സോഷ്യോളജി ആണെങ്കിൽ, ആന്ത്രപ്പോളജി ആണെങ്കിലും, എപ്പിസ്റ്റമോളജി ആണെങ്കിലും, ശാസ്ത്രീയമായിട്ട് അദ്ദേഹം ബോട്ടണി, സുവോളജി ഇതൊന്നും പഠിച്ചില്ല, അതിനെക്കുറിച്ചൊന്നും എഴുതിയില്ല എന്നുള്ളതേ ഉള്ളൂ. മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ കവിതയെക്കുറിച്ചുള്ള ഫ്യൂച്ചർ പോയിട്രി, വിച്ച് ഈസ് എ വെരി കോംപ്ലിക്കേറ്റഡ് വർക്ക്. കാരണം ഇനി വരാൻ പോകുന്ന ഭാവിയിലെ കവിത എങ്ങനെയായിരിക്കും എന്നുള്ളൊരു
അപ്പം മലയാളത്തിന് ഞാൻ ഒരു പുസ്തകമേ വായിച്ചിട്ടുള്ളൂ. അരവിന്ദ ഘോഷിനെ കുറിച്ചുള്ള പഠനങ്ങൾ വളരെ വിരളമാണ്. വളരെ 2-3 പുസ്തകങ്ങളിലേ ഉള്ളൂ. അതിലൊന്ന് പരമേശ്വർജിയുടെ ഭാവിയുടെ ദാർശനികൻ എന്ന് പറഞ്ഞ പുസ്തകമാണ്. അപ്പോൾ അതിൽ ഭാവിയുടെ ദാർശനികനെ കുറിച്ച് പറയുന്നതിൽ അദ്ദേഹം ശരിയാണ്, അദ്ദേഹത്തിൻ്റെ കവിതയാണ് ഏറ്റവും കൂടുതൽ. അതാണ് അദ്ദേഹത്തിൻ്റെ ഭാവുകത്വം, പുതിയ ഭാവുകത്വം, പുതിയ ഒരു സെൻസിബിലിറ്റിയെക്കുറിച്ച് അരവിന്ദൻ സൂചിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഡോക്ടർ വേലായുധൻ നായരുടെ ഒരു പുസ്തകമുണ്ട്, അരവിന്ദ ദർശനം എന്ന് പറഞ്ഞാൽ. ഇത് 2 പുസ്തകമേ ഉള്ളൂ മലയാളത്തിൽ, വേറെ ആരും ചെയ്തിട്ടില്ല, അരവിന്ദനെ കുറിച്ച് പഠിച്ചിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ ടെക്സ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ധാരാളമുണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം തന്നെ കുട്ടിക്കാലം മുതലേ വളർന്നു വരുന്ന രീതിയിൽ ഈ അനുഭവങ്ങളെല്ലാം സ്വായത്തമാക്കി മനസ്സിനെ പറ്റി അദ്ദേഹം ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അരവിന്ദ ഘോഷിനെ വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂപ്പർ മൈൻഡ്, സൂപ്രാ മെൻ്റൽ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയും അദ്ദേഹം. അപ്പോൾ ഈ സൂപ്പർ മൈൻഡും സൂപ്രാ മെൻ്റൽ മാനിഫെസ്റ്റേഷനും ഒക്കെ പറയുന്നത് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇവല്യൂഷണറി തിയറിയാണ്. ഡാർവിൻ്റെ കാലം മുതൽ തന്നെ ചാൾസ് ഡാർവിൻ, ഹെർബർട്ട് സ്പെൻസർ, പിന്നെ ഹെൻറിക് ബെർഗ്സോൺ ഇവരെയൊക്കെ വായിച്ചിരുന്നത് കൊണ്ടാവാം ഹെഗലിന് വളരെയേറെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇദ്ദേഹത്തിന്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ചിന്തയിൽ നിന്ന് ഇദ്ദേഹം മനുഷ്യനൊരു എവല്യൂഷണറി സ്റ്റേജിലാണ് എന്ന് പറയുന്നത്.